അപ്പോൾ GST അങ്ങനെ പേടിക്കുന്ന സംഗതി ഒന്നുമല്ല. കാരണം നമുക്ക് GST എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എടുക്കേണ്ട ഒരു സംഗതി ഒന്നുമല്ല. അപ്പോൾ പലരും എനിക്ക് തോന്നുന്നു പുതിയ ആളുകളാണ് തോന്നുന്നു. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമുക്ക് 2017 മുതൽ ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. ഗവൺമെന്റ് റവന്യൂവിന്റെ ഒരു 80% വരുന്ന ഒരു ടാക്സ് മേഖലയാണ് GST. നമുക്കൊക്കെ അറിയാം. അപ്പോൾ GST വരുമാനത്തിലെ ഇടിവ് സർക്കാരിന്റെ വരുമാനത്തെ പ്രതികൂലമായിട്ട് വളരെ രീതിയിൽ ബാധിക്കുന്നു. 50% റവന്യൂ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ GST രജിസ്ട്രേഷനും ടാക്സ് അടവും സർക്കാർ കാര്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. എന്നിരുന്നാലും ചില ഇളവുകൾ GST-യിൽ ഉണ്ട്. നമുക്കറിയാം 40 ലക്ഷം നമ്മൾ ചരക്ക് സേവനം അങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ചരക്കുകളുടെ വിൽപ്പനയ്ക്ക് 40 ലക്ഷമോ അതിലധികമോ ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധിതമായിട്ട് എടുക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷേ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഒക്കെ നടക്കുകയാണെങ്കിൽ മാത്രമാണ് നിർബന്ധിത ഒരു രജിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്, ചരക്കുമായിട്ട് ആർക്കും GST രജിസ്ട്രേഷൻ എത്ര പേരുണ്ട് ഇവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കൈ നോക്കാം, 3, 4, 5 പേരൊക്കെ ഉള്ളൂ. ഓക്കെ, എന്നിരുന്നാലും പുതിയ ആളുകൾ ഇതിനകത്തേക്ക് വരുന്നു, പുതിയ വ്യവസായ അന്തരീക്ഷത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ വരുന്നതുകൊണ്ട് 40 ലക്ഷം ആവുന്നവരെ നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യം ഇല്ല, നിർബന്ധിതമല്ല രജിസ്ട്രേഷൻ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം. സർവീസ് ആണെങ്കിൽ 20 ലക്ഷം, അങ്ങനെയാണ് നിലവിലുള്ള നിയമം. എന്നിരുന്നാലും ഓൺലൈനായിട്ട് സെയിൽ നടത്തുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സപ്ലൈ നടത്തുന്നു, അത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് നിർബന്ധിത രജിസ്ട്രേഷൻ ഉണ്ട്. വിറ്റൊരു പരിധി ബാധകമാകാതെ വേണം. ഇനി സ്വന്തം നിലയ്ക്ക് എടുക്കാം. GST നമ്പർ എനിക്ക് 20 ലക്ഷം ആയില്ല, 40 ലക്ഷം ആയില്ല എങ്കിലും എനിക്ക് എടുക്കാം, സ്വന്തം നിലയ്ക്ക് എടുക്കാം. എടുത്താൽ അത് ഏത് രജിസ്റ്റേർഡ് ആളുകളെ പോലെ തന്നെ നികുതി അടയ്ക്കാനുള്ള ബാധ്യത കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇത് രജിസ്ട്രേഷൻ ബാധ്യത വന്നു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു നികുതി GST ടാക്സ് പെയർ എന്നാണ് പറയുക, ടാക്സ് പെയർ ആണെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാനും അടയ്ക്കാനുള്ള ബാധ്യത വരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഗുഡ്സ് ആണെങ്കിൽ 1.5 കോടി വരെ കോമ്പൗണ്ട് ചെയ്യാം. അതായത് 1% മാത്രം നികുതി അടച്ചുകൊണ്ട്, റെസ്റ്റോറന്റ് ആണെങ്കിൽ 5% മാത്രം നികുതി അടച്ചുകൊണ്ട് ചെറിയൊരു നികുതിയിൽ അങ്ങനെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആ രീതി തിരഞ്ഞെടുക്കാം. അപ്പോൾ അവിടെ ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മാസത്തിലൊരിക്കൽ മൊത്തം വിറ്റുവരവിന്റെ 1% ടാക്സ് അടച്ചാൽ മതി. ദോഷം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ്. നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് പദ്ധതി അത് രംഗത്തുള്ളവർക്കറിയാം. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗുഡ്സ് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് കുറെ മെഷീനറി വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അത് കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റോ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങുക. അങ്ങനെ ടാക്സ് കൊടുത്തിട്ട് വാങ്ങിയ ആ ടാക്സ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് റെഗുലർ ടാക്സ് സിസ്റ്റം ആണ്. ആ റെഗുലർ ടാക്സ് സിസ്റ്റത്തിൽ പോകണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തവർക്ക് 1.5 കോടി വരെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം വിപണനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കുന്ന വ്യാപാരിക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ റെഗുലർ ടാക്സ് പെയർ ആയിരിക്കണം. കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെങ്കിൽ അയാൾക്ക് ഇൻപുട്ട് കിട്ടില്ല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. പലരും കോമ്പോസിഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം വേണ്ട എന്ന് പറഞ്ഞേക്കാം. കാരണം നമുക്കറിയാമല്ലോ റീറ്റെയിൽ ഓറിയന്റഡ് കച്ചവടമാണെന്ന് നടക്കുന്നത്, റീറ്റെയിൽ സെയിൽസ് ആണ്, അവരാണ് വ്യാപാരം നിയന്ത്രിക്കുന്നത്. അപ്പൊ അവര് ഒരു പ്രൊഡക്റ്റ്, അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ രംഗത്ത് നമുക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടുന്നതായിരിക്കണം, കടം കിട്ടുന്നതായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരത് ആ പ്രൊഡക്റ്റ് വേണോ അവിടെ കടയിൽ വെക്കണം, വിൽക്കാൻ തീരുമാനിക്കണം, ഒക്കെ തീരുമാനിക്കുന്നത് അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൃത്യമായിട്ട് റെഗുലർ ടാക്സ് പെയർക്ക് സാധനം അടുത്ത് മാത്രമേ സാധനം വാങ്ങൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ പുതിയ വ്യാപാര സമ്പ്രദായം. കാരണം കൃത്യമായിട്ട് സപ്ലയർ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് വ്യാപാരിക്ക് സാധനം വിൽക്കുന്ന ആൾക്ക് ഇൻപുട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പോകുന്നതാണ് കുറച്ചും കൂടി ഉചിതം. അത് റെഗുലർ ടാക്സ് സമ്പ്രദായത്തിൽ പോകുന്നതാണ് ഉചിതം എന്ന് തോന്നുന്നു. അപ്പൊ രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ 40 or 20 ടേൺ ഓവർ ആവാൻ മാത്രം എടുത്താൽ മതി. ഇനി എടുത്തു കഴിഞ്ഞാൽ അവർ ആ ടാക്സ് റെഗുലർ ആണോ കോമ്പോസിഷൻ ആണെന്ന് അവർ ഇത്തം പോലെ തീരുമാനിക്കുക. ഇതാണ് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട. രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് പ്ലേസ് ഉണ്ടായിരിക്കണം. സ്വന്തമായിരിക്കാം, വാടകയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരിലായിരിക്കാം. അപ്പൊ സ്വന്തമാണെങ്കിൽ നമ്മൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, വാടകയാണെങ്കിൽ വാടക കരാറിന്റെ കോപ്പി, ഇനി അതല്ല അച്ഛൻ്റെ അമ്മയുടെ പേരിലാണെങ്കിൽ ഒരു കൺസെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, ഉണ്ടെങ്കിൽ മാത്രമാണ് രജിസ്ട്രേഷൻ. പിന്നെ നിർബന്ധമായിട്ട് ഒരു പാന് വേണം. പേഴ്സണൽ പേരിലാണെങ്കിൽ പേഴ്സണൽ പാൻ വേണം. അഥവാ സ്ഥാപനത്തിന്റെ പേരിലാണെങ്കിൽ സ്ഥാപനത്തിനോ കമ്പനിക്കോ പേരിൽ വേറെ സെപ്പറേറ്റ് പാൻ വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യാനായിട്ട് ചിലവൊന്നുമില്ല, ഫ്രീ ആണ്. gst.gov.in എന്നുള്ള സൈറ്റിലാണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. നിങ്ങളെ അപേക്ഷ സിസ്റ്റമാണ് ഡിസൈഡ് ചെയ്യുക സെൻട്രലിലേക്ക് പോകണം സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളത്. സെൻട്രൽ GSTയിലേക്കാണ് പോകുന്നതെങ്കിൽ സെൻട്രൽ GST ഓഫീസേഴ്സ് ആണ് അത് പ്രോസസ് ചെയ്യുക. സ്റ്റേറ്റ് GSTയിലാണെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിലെ
രജിസ്ട്രേഷൻ നിന്നാണ് അത് പ്രോസസ് ചെയ്യുക. അപ്പൊ ആരാണ് എവിടെയാണത് സിസ്റ്റം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല, സിസ്റ്റമാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റം ഡിസൈഡ് CGST SGST എന്ത് തന്നെയായാലും ഒരേപോലെ തന്നെയാണ്, ഒരേ നിയമം തന്നെയാണ് ബാധകം. CGST ആക്ട് SGST ആക്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഒരു ടാക്സ് ഇന്നിപ്പോ 5% അല്ലെങ്കിൽ 12% ടാക്സ് ഉള്ള ഒരു സാധനം നിങ്ങൾ വിൽക്കുമ്പോൾ 6% CGST യും 6% SGST ആണ് ബില്ല് വാങ്ങുക. അത് 5% ആണെങ്കിൽ 2.5 + 2.5 അങ്ങനെയാണ് നമ്മൾ ടാക്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്രത്തിലുള്ള വിധം CGST ആയിട്ടും സംസ്ഥാനത്തുള്ള വിധം SGST ആയിട്ടാണ് വരിക. ഇനി കേരളത്തിന് പുറത്തേക്ക് വിൽക്കുമ്പോൾ അത് IGST ആണ്. കേരളത്തിന് പുറത്ത് വാങ്ങുമ്പോഴും പുറത്തേക്ക് വിൽക്കുമ്പോഴൊക്കെ അത് IGST അഥവാ ഇന്റർസ്റ്റേറ്റ് വിൽപ്പനയ്ക്ക് ഇന്റഗ്രേറ്റഡ് GST അഥവാ IGST ആണ് വരിക. പിന്നെ ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 50,000 മേലെ വരികയാണെങ്കിൽ അത് E-way ബിൽ കൂടെ വേണം, ഇൻവോയ്സ് കൂടാതെ ഒരു E-way ബിൽ കൂടെ വേണം. അല്ലെങ്കിൽ വഴിയിൽ വാഹനം പരിശോധിക്കപ്പെടുമ്പോൾ 50,000 മേലെയാണ് സാധനത്തിന്റെ വില, നിങ്ങളുടെ കയ്യിൽ ബില്ല് മാത്രമുണ്ട്, ബില്ല് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. E-way ബില്ലും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി അടയ്ക്കേണ്ട സാഹചര്യം വരും, അതും കൂടി ഓർക്കുക. അപ്പൊ E-way ബില്ല് 50,000 മേലെയാണെങ്കിൽ വേണം, ഇൻവോയ്സ് വേണം. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ GS നമ്പർ ഒക്കെ ഉള്ള ഒരു ഇൻവോയ്സ് ആണ്, അല്ലാതെ എസ്റ്റിമേറ്റ് കൊട്ടേഷൻ അല്ല. കൃത്യമായിട്ടുള്ള ഇൻവോയ്സുകൾ തന്നെ വേണം. അല്ലെങ്കിൽ വഴിയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉണ്ടാവും, ഇന്റലിജൻസ് സ്ക്വാഡ് ഉണ്ടാവും, പിടിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ടാക്സ് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പൊ അത് ഓർക്ക്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് സാധനം കൊണ്ടുപോകുന്നു. അതുപോലെ 5 കോടിക്ക് മേലാണ് ഈ ഇൻവോയ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് പുതുതായിട്ട് കൊണ്ടുവന്നത്. ഈ ഇൻവോയ്സ് വേണം. അത് QR കോഡ് സിസ്റ്റം എല്ലാം GST സൈറ്റ് വഴിയെല്ലാം രജിസ്ട്രേഷൻ ഒക്കെ സിമ്പിൾ ആണ്, സിംപ്ലിഫൈഡ് ടാക്സേഷൻ ആണ് GST. ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്നാണ് GST വേറൊരു കൺസെപ്റ്റ്. 1 നേഷൻ 1 ഇന്ത്യ 1 ടാക്സ്. അത് ഇന്ത്യ മുഴുവൻ ഒറ്റ നികുതി നിരക്കാണ്. ഇന്ത്യയിൽ കേരളത്തിൽ 5% നികുതി ആയിരിക്കും, കാശ്മീരിലായാലും ഡൽഹിയിലായാലും ബോംബെയിലായാലും മാഹിയിലായാലും. അപ്പൊ അത് 1 നേഷൻ 1 ഇന്ത്യ 1 ടാക്സ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ വാറ്റ് വാല്യൂ ടാക്സ് ആയിരുന്നു. അത് പല സ്റ്റേറ്റുകളിൽ പല റേറ്റ് ഓഫ് ടാക്സ് ആയിരുന്നു. നമുക്കറിയാം മാഹിരിക്കൊക്കെ കളകടുത്ത സാധനങ്ങളൊക്കെ പൂർണ്ണ നമുക്കറിയാം. ഇപ്പൊ അങ്ങനെയില്ല, എല്ലായിടത്തും ഓൾമോസ്റ്റ് ഒരേ ടാക്സ് ആണ്. ഓൾമോസ്റ്റ് ഇല്ല, ടാക്സ് സെയിം ടാക്സ് ആണ്. എക്സെപ്റ്റ് പെട്രോളിയം പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മദ്യം ഉൾപ്പെടെ അത് പഴയ ടാക്സ് സിസ്റ്റം ആയതുകൊണ്ട് വ്യത്യസ്ത ടാക്സ് ഉണ്ടാകാം. പക്ഷെ GST ഉൾപ്പെട്ട എല്ലാം ഇന്ത്യ മുഴുവൻ ഒരൊറ്റ നികുതിയാണുള്ളത്. പിന്നെ ഈ പാൻ നിർബന്ധമാണ്. E-way ബില്ല് ഇൻവോയ്സിന്റെ കാര്യം പറഞ്ഞു. രജിസ്ട്രേഷൻ നിർബന്ധിതമാവുന്ന സാഹചര്യത്താണ് പറഞ്ഞു. പിന്നെ കൂടുതൽ ഡൗട്ടുകൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പറയാം. അടുത്ത സെക്ഷൻ വേറെ ഉണ്ട്, ഒരാളുകൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതനുസരിച്ച് സംസാരിക്കാം. താങ്ക് യു സർ.